ഹായ് ഡിയേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു പായസം ഉണ്ടാക്കാമെന്ന് വെച്ച്. അടപ്പായസം. ഒന്നുമില്ല, അടയും വേണം, കുറച്ച് വെല്ലവും വേണം, ഒരു പാക്കറ്റ് പാലും വേണം, ഒരു സ്പൂൺ നെയ്യും വേണം. വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ അട ജസ്റ്റ് ഒന്ന് കഴുകാമെന്ന് വെച്ച്. കഴുകാണ്ട് എടുക്കുമെന്ന് ഞാൻ അറിയില്ല, ഞാൻ കഴുകിയിട്ട് എടുക്കുക. അപ്പോൾ ഒരു 2 വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഊറ്റിയിട്ട് നേരെ കുക്കറിലേക്ക് അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇടണം. അപ്പോൾ കുക്കറിലേക്ക് ഇടുമ്പോൾ കുറച്ച് അതിൻ്റെ മുകളിലേക്കായിട്ട് വെള്ളം വെക്കണം, അല്ലാണ്ട് കട്ട പിടിക്കൂലേ. അപ്പോൾ കുറച്ച് ജാസ്തി വെള്ളം ഒഴിക്കണം. അപ്പോൾ എന്നാലേ കറക്റ്റ് നല്ല വെന്ത് ഉടഞ്ഞു കിട്ടും, അല്ലാണ്ട് അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ നമുക്ക് അട ഊറ്റിയിട്ട് വേണം കുക്കറിലേക്ക് ഇടാൻ. അപ്പോൾ കുറച്ച് ജാസ്തി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുമില്ല, അടച്ച് വെച്ച് ഒരു 2 വിസിൽ വേവിക്കുക. സിമ്മിലിട്ടിട്ട് വേണം വേവിക്കുക, അല്ലാണ്ട് സ്പീഡിലിട്ട് കഴിഞ്ഞാൽ അപ്പാട് ഫുൾ പുറത്തേക്ക് വരും. അതിനെക്കാട്ട് സിമ്മിലിടുമ്പോൾ അധികം പുറത്തേക്കൊന്നും വരില്ല. സിമ്മിലിട്ട് അതൊന്ന് തണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പാട് വിസിൽ എടുക്കൊന്നും വേണ്ട കേട്ടോ, അത് തന്നെ തണിഞ്ഞ് ആവില്ലേ. അപ്പോൾ അത് മൂടി തുറക്കുമ്പോൾ നല്ല കുറുകിയിട്ടുള്ള ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. നല്ല കുറുകി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ട് കുറുകി. 2 വിസിലേ വേണ്ടും കേട്ടോ, അധികം വിസിലൊന്നും വേണ്ട. അപ്പോഴത്തേക്ക് നല്ല അടിപൊളി വെന്തുടഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ശർക്കര, വെല്ലം എന്നെല്ലാം പറയും, നമ്മൾ വെല്ലം എന്നാണ് പറയുക. ഇത് അച്ഛനിവിടെ നുറുക്കിയിട്ട് ഇടുന്നത്. അപ്പോൾ വെല്ലവും കുറച്ച് ഉപ്പും കൂടി ബാലൻസ് ചെയ്യാൻ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഉരുകുന്നവരെ യോജിപ്പിക്കുക. ഇത് വെല്ലം ഉരുക്കിയിട്ട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് മടി കാരണം വേഗം ഇതിൻ്റെ ഒപ്പം മിക്സ് ആകുമല്ലോ വിചാരിച്ചിട്ട് വെല്ലം ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ചിലർ വെല്ലം ഉരുക്കി പാരുമായിരിക്കും, ഞാനങ്ങനെ ചെയ്തില്ല. ഇത് വേഗം കഴിയുന്ന പരിപാടി ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇനി വേറൊന്നുമില്ല, ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ഈ വെല്ലം ഉരുക്കി താനേ ഇവിടെ നിന്ന് എന്തെല്ലോ പറയുന്നത്, വെല്ലം ഉരുക്കി അതിനായിട്ട് യോജിക്കണം. ഇതിൻ്റെ ഒപ്പം ഒരു ഉപ്പും കൂടി ഇടുന്നതുകൊണ്ട് നല്ല ഒരു ചെറിയ ഉപ്പും കുറച്ച് മധുരമായിട്ട് നല്ല ബാലൻസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഉരുക്കിയിട്ട് കളറെല്ലാം മാറി. അപ്പോൾ കുറച്ചും കൂടിയും അലിയാൻ വേണ്ടിയിട്ടുണ്ട് വെള്ളം. അപ്പോൾ അതും കൂടി അലിഞ്ഞിട്ട് ഇനി ഒരു പാക്കറ്റ് പാല് ജസ്റ്റ് ഒന്ന് ഒഴിക്കുകയേ വേണ്ടു. അത് ഓരോരുത്തരുടെ ഇഷ്ടം, പാൽ എത്ര വേണമെന്ന് വെച്ചാൽ ഒഴിക്കും. കുറച്ച് 2 സ്പൂണോ 3 സ്പൂണോ അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല, ഫുൾ ഒഴിക്കുന്നതാണെങ്കിലും പ്രശ്നമില്ല. ഞാനിവിടെ മിൽമ പാലാട്ടോ എടുത്ത്. നമ്മൾ അടപ്രഥമനല്ലേ ഉദ്ദേശിച്ചത്, സാധാ സിമ്പിളൊരു പായസം. അപ്പോൾ ഞാൻ ഫുള്ള് പാൽ ഒഴിച്ച് ഇനി 1/2 ലിറ്ററിൻ്റെ പാൽ. അപ്പോൾ ഇതിന് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിക്കുക. ഇനി നന്നായിട്ട് യോജിപ്പിച്ച് കളറെല്ലാം ഒന്ന് ഒരു ബ്രൗൺ കളറല്ല, എന്ത് കളറാണ് പറയുക, കുറച്ചൊന്ന് ആ വൈറ്റ് കളറിലും പോയി നന്നായിട്ട് യോജിപ്പിച്ച് ആ പാല് ഇതുമായിട്ട് യോജിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഇനി ഇച്ചിരി ഒരു ഏലക്കപ്പൊടി കണ്ട, ഈ കളറെല്ലാം മാറി, പാലിൻ്റെ ആ കളറ് മാറി വന്ന് പിന്നെ 1 സ്പൂൺ നെയ്യ്. ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വറുത്ത് ചേർക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് നെയ്യ് 2 സ്പൂണ് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വേറൊന്നുമില്ല, നന്നായിട്ടൊന്ന് ഞാൻ ഫ്രിഡ്ജിലുള്ള പാലാട്ടോ വെച്ചത്, അതുകൊണ്ട് ഒന്ന് കുറുകി ഒന്ന് തിളക്കണ്ടേ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം, അത്രയേ വേണ്ടൂ. ഇനി വേറെ ഒന്നുമില്ല, സംഭവം റെഡിയായി. ഉപ്പ് ഒന്ന് പഞ്ചസാര ഉപ്പെല്ലാം ഒന്ന് നോക്കുക, പഞ്ചസാര മധുരം ഒന്ന് നോക്കുക. അപ്പം ഞാനൊരു നുള്ളും കൂടി ഉപ്പിട്ടിട്ടുണ്ട്, എനിക്ക് കുറച്ചും കൂടിയും ഉപ്പിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് ഈ പായസത്തിൽ. അപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട്, അപ്പോൾ ഓഫ് ചെയ്യും, അത്രയേ ഉള്ളൂ സംഭവം. നല്ല അടിപൊളി ടേസ്റ്റുള്ള സിമ്പിളാണ്, ഒന്നുമില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് സംഭവം സെറ്റാവും. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. വേറെ ഒന്നും കാര്യമായ
പരിപാടിയൊന്നും അങ്ങനെ ഇളക്കി മറിക്കുക അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള അടിപൊളി പായസം കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് അടപ്രഥമനല്ല, ജസ്റ്റ് ഒരു അട പായസം, പാലടിയും അല്ല, രണ്ടിൻ്റെ ഇടക്ക് വരുന്നൊരു പായസം. വേഗം കഴിയുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്ക്, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിനി ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. ഇനിയൊന്നുമില്ല, സേവ് ചെയ്യുക, കുടിക്കുക. അപ്പോൾ അത്രയും.